തൃശൂർ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലെ ഉത്രാളിക്കാവിലെത്തി മണ്ഡലം ചുറ്റുന്ന മഹിളകൾ. വടക്കാഞ്ചേരി ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവേഴ്സും രാഷ്ട്രീയം പങ്കുവച്ചു. സ്മിത ഹരിദാസും കൃഷ്ണ ചെറിയനും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളപ്പോ അങ്ങനെ പറഞ്ഞു വടക്കാഞ്ചേരിയിലെത്തി. അതെ, വടക്കാഞ്ചേരിയിലെ അതിമനോഹരമായ പ്രകൃതി മനോഹരമായ ഏറെ നൈർമല്യങ്ങളുള്ള ഉത്രാളിക്കാവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ ഉത്രാളിക്കാവിന്റെ ഈ ഭംഗി ഇത് നമ്മൾ ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ നല്ല ചൂടാണ്, തെരഞ്ഞെടുപ്പ് ചൂടുമാണ് അല്ലെ? അപ്പൊ ഇത് വടക്കാഞ്ചേരി എന്ന് പറയുന്നത് കേരള നിയമസഭയിലെ 140 മണ്ഡലങ്ങളിൽ 65ാമത്തെ സീറ്റാണ്. 1980കളിലും 90കളിലും ഒക്കെ UDF-നൊപ്പം നിന്നു. അതിനുശേഷം AC മൊയ്തീൻ ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നു. ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നഗരവും ഗ്രാമങ്ങളുമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മിശ്ര സങ്കരമാണ് ഇവരുടെ ഒരു ജീവനോപാധികൾ. കൃഷി ചെയ്യുന്നവരുണ്ട് ഗ്രാമത്തിൽ, ഒപ്പം തന്നെ നഗരത്തിലാണെങ്കിൽ ചെറുകിട കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ നമ്മുടെ നിയമസഭയിൽ എങ്ങനെ പ്രതിഫലിക്കപ്പെടേണ്ടി വരും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ അന്തിമ പട്ടിക MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉണ്ട് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട്. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായിട്ട് BJP-യുടെ ഉല്ലാസ് ബാബുവും ഉണ്ട്. വോട്ടേഴ്സ് പറയുന്നത് ഒരു മാറ്റം ആവശ്യമാണെന്ന് ചിലർ പറയുന്നു. ആർക്കാണ്, ഏത് തരത്തിലാണ് അവരുടെ ചിന്തകൾ, നമുക്ക് അവരോട് തന്നെ പോയിട്ട് ചോദിക്കാം. ക്രിസ്റ്റിന, ഇത് കൂടെ റോഡിൽ കൂടെ പോകുമ്പോ ഈ വടക്കാഞ്ചേരിയുടെ ഒരു സൗന്ദര്യം അത് ഭയങ്കര രസമാണെന്നൊക്കെ വിചാരിച്ചു. ഇതിപ്പോ വെയിൽ ഒരു രക്ഷയില്ലാട്ടാ, ഞാൻ തളർന്നു തുടങ്ങി. പക്ഷെ വടക്കാഞ്ചേരിയുടെ ഹൃദയം അറിയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടന്മാരാണ് അല്ലെ. ഒരുപാട് മാറി പറയുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്, ഭരണമൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്തവണ എന്താ ഇവിടുത്തെ ഒരു നമുക്കിപ്പോ വ്യക്തിപരമായിട്ടുള്ള നേട്ടമൊന്നും നോക്കിയിട്ടല്ല, എനിക്ക് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒരു മാറ്റം അനിവാര്യമാണ്. മാറി ഭരിച്ചു നോക്കട്ടെ. ഈ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, ചിലർ വൈകി പ്രഖ്യാപിക്കുന്നു. അതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ ബാധിക്കുന്നുള്ളത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നല്ലൊരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് അവർക്ക്. പക്ഷെ അവരൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് പോര് ഭയങ്കര ഒരു വിഷയമാണ്. ഇല്ലെങ്കിൽ നല്ലൊരു ട്രെൻഡ് അവർക്ക് ഉണ്ട്. അത് അവർ കറക്റ്റായിട്ട് അവർ വർക്ക് ചെയ്ത ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് അവർ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ 100% അവർക്ക് കൊണ്ട് കഴ ഉടയ്ക്കോ അങ്ങനെ ഒരു സംഭവം. അതാണ് അവർ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും അവർക്കൊരു സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഇതിലൊരു തീരുമാനത്തിലെത്തിയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു സംശയത്തിന്റെ വക്കീലാണ് നിൽക്കുന്നത്. വികസിത കേരളമാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഈ UDF-ന് ഒരു അല്പം ഇതുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ കണ്ണൂര് ഇപ്പൊ സുധാകരന്റെ കേസ് എല്ലാം കൂടി ഇപ്പൊ അത് കുറഞ്ഞു. ആളുകളുടെ ഇടയിൽ പഴയ ഇതൊക്കെ മാറി. 10 കൊല്ലം ഇപ്പൊ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലെ ചില റോഡുകളൊക്കെ അവർ കണ്ണിപ്പൊടിടാൻ വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തൊന്നല്ലാണ്ട് പ്രത്യേകിച്ചൊരു വികസനമൊന്നും കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനമാണ്, അത് ജനനന്മയ്ക്കായിരിക്കണം എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. സാധാരണക്കാരായ ആൾക്കാർ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മാറ്റത്തിലേക്ക് പോകാം അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.